ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്ന്, അവർ പറഞ്ഞതനുസരിച്ചിട്ട് ചൂട് കുറയും, അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂമുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിട്ടതിന് ശേഷം. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ്. എൻ്റെ പേര് നിതിൻ കുര്യാക്കോസ്. ഇപ്പോൾ ഈ വീട് വെച്ചിരിക്കുന്നത് നെടുമ്പാശ്ശേരി വില്ലേജിൽ പൊയ്ക്കാട്ടുശ്ശേരി എന്ന ലൊക്കേഷനാണ്, ചെങ്ങമനാട് ലൊക്കേഷനിൽ. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്ലാറ്റ് റൂഫ് ബേസ് ചെയ്തിട്ട്, എന്നിട്ട് നേരത്തെ പോലെ തീരുമാനിച്ചിരുന്നു ട്രസ് ചെയ്തിട്ട് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അതായത് തണുപ്പ് വേണം, ലീക്കേജസ്, മഴയുടെ ലീക്കേജസ് ഒന്നും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലാനിലായിരുന്നു. എലിവേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എലിവേഷൻ്റെ ഡ്രോയിങ് വെച്ചിട്ട് നമ്മളൊരു ഫാബ്രിക്കേറ്ററിനെ ഏൽപ്പിച്ചു ആള്. അപ്പോൾ ആ സമയത്ത് ഈ സീലിംഗ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ടൈൽസ് ഏതെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു, ഓട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഓടിന് ഈ പറഞ്ഞ പോലെ ഫംഗസ് മെയിൻ്റനൻസ് ഒക്കെ ഇഷ്യൂ ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. ആ ടൈൽസ് സെറാമിക് ടൈൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമൽ സെറാമിക് ടൈൽസ് ചെയ്യാന്ന് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റും അങ്ങനെയുള്ള ഇഷ്യൂസും ഒക്കെ നോക്കി കഴിയുമ്പോഴാണ്, അങ്ങനെ വരുമ്പോഴാണ് ഈ നാനോ സെറാമിക്സിനെ കുറിച്ച് കേൾക്കണത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒന്ന്, അവർ പറഞ്ഞതനുസരിച്ചിട്ട് ചൂട് കുറയും, അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഏരിയ കവറേജ് വന്നിട്ട് മോർ ദാൻ 1 സ്ക്വയർ ഫീറ്റ് പെർ പീസ് കിട്ടുന്നുണ്ടായിരുന്നു. മറ്റുള്ള സെറാമിക് ടൈൽസ് ഒക്കെ വരുമ്പോഴേ നമുക്കൊരു 80% നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, 1 ഫീറ്റ് ആണെന്ന് പറഞ്ഞാലും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ആസ്തറ്റിക്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. കൂളിംഗ് എഫക്റ്റ് അതാണ് നമുക്കൊരു ഇപ്പം മുകളിലാകുമ്പോഴേക്കും ഇപ്പം ലീക്കേജ് ഇഷ്യൂസ് ആസച്ചൊന്നുമില്ല. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂമുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിട്ടതിന് ശേഷം. അപ്പോൾ ഇട്ടതിന് ശേഷമാണ് നമ്മളിവിടെ കയറിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഭയങ്കര ചൂടുള്ള ഒരു ഏരിയയാണ്, എന്താണെന്ന് അറിയില്ല, ഒരു ഭയങ്കര ചൂടുള്ള ഏരിയ ആണ്. അപ്പോൾ വെയിൽ നന്നായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ എന്നാലും റൂമിനകത്ത് ഇപ്പോൾ പകലാണെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് പോയാലും നമുക്ക് ആ ചൂട്, അതായത് ആ പുകച്ചിൽ നമുക്ക് ഉഷ്ണം ആസച്ച് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ ഓടിൻ്റെ അല്ലെങ്കിൽ റൂഫിൽ നിന്ന് വരുന്ന ഒരു റേഡിയേറ്റഡ് ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു ചൂടുണ്ട്, അതൊന്നും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ വളരെ ഹാപ്പിയാണ്. താങ്ക് യു. More than 10,000 satisfied customers across India.